അവസാനമായി AD ഗ്രൂപ്പ്സ് അഗ്നിദേവ്. ഒരു നിമിഷം മീറ്റിംഗ് ഹാളിൽ ആകമാനം ഒരു നിശബ്ദത പടർന്നു കിടക്കുകയായിരുന്നു. എല്ലാവരും അവരവരുടെ ഫയലുകളും ലാപ്പുകളും അടച്ചുവെച്ച് അവസാന ഒരുക്കങ്ങളിലേക്കുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ അഗ്നി ശാന്തമായി എന്നാൽ ഗൗരവത്തോടെ തന്റെ ചെയറിൽ നിന്ന് എഴുന്നേറ്റു. പ്രോഗ്രാം അവതരിപ്പിക്കാനായി അവൻ യാതൊന്നും കരുതിയിരുന്നില്ല. ഒരു ഫയലോ അല്ലെങ്കിൽ ലാപ്പോ ഒന്നും തന്നെ അവന്റെ കൈവശം ഉണ്ടായിരുന്നില്ല. അവൻ മുന്നോട്ട് നടന്നു. അവിടെ ഉണ്ടായിരുന്ന കുറച്ചു പേര് മുഖത്തോട് മുഖം നോക്കിയിരുന്നു. അഗ്നിയെ കളിയാക്കുന്ന രീതിയിൽ അവരുടെ എല്ലാവരുടെയും ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ഒരു ഫയൽ പോലും ഇല്ലാതെ ഇവൻ എന്തുണ്ടാക്കാൻ വന്നതാ? അവരിൽ ഒരാൾ അടുത്തിരുന്ന ആളോട് പുച്ഛത്തോടെ ചോദിച്ചു. അതാ ഞാനും ആലോചിക്കുന്ന. നമുക്ക് എന്താണെന്ന് നോക്കാം, അയാൾ അതിന് മറുപടിയായി പറഞ്ഞു. അവരിൽ മാത്രമല്ല, അവിടെ ഇരുന്ന എല്ലാവരിലും ഇതേ സംശയമായിരുന്നു. അടുത്തതെന്ത്? ജയിൽ മാത്രം യാതൊരു കുലുക്കവും ഇല്ലായിരുന്നു. അഗ്നി സംസാരിക്കാൻ തുടങ്ങി. അവന്റെ ഓരോ കാഴ്ചപ്പാടുകളും അവന്റെ ഓരോ വാക്കുകളും പ്രസന്റേഷനായി മാറി. ഒരു സ്ലൈഡ്സോ ഒരു ഗ്രാഫ്സോ ഇല്ലാതെ തന്നെ അവൻ പറഞ്ഞ ഓരോ വാക്കുകളും മറ്റുള്ളവരിൽ അതിശയം സൃഷ്ടിച്ചു. അതുപോലെ അസൂയയും തോന്നിപ്പോയി. അവിടെ ഇരുന്നവർക്ക് അവന്റെ ശബ്ദത്തിന്റെ ഉറപ്പും സുതാര്യവുമായിരുന്നു. മറ്റുള്ളവരിൽ അത് ആഴത്തിൽ പതിക്കുന്നതായിരുന്നു. അവന്റെ പ്രസന്റേഷൻ അങ്ങനെ കഴിഞ്ഞു. ഹാളിൽ കയ്യടികൾ ഉയർന്നു. അഗ്നി പുച്ഛത്തോടെ ജയ്യെ നോക്കി. അവിടെ പ്രത്യേകിച്ച് ഒരു ഭാവവുമില്ലായിരുന്നു. ചുറ്റുമുള്ളവർക്ക് ഇനി ആരെന്നൊരു സംശയം നിഴലിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ മൈക്ക് കയ്യിലെടുത്തു. എല്ലാവരുടെ ശ്രദ്ധയ്ക്ക്, ഇന്നത്തെ പ്രസന്റേഷൻ എല്ലാം വളരെ നന്നായിരുന്നു. നല്ല ആശയങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് വെച്ചത്. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഒരാളെ മാത്രം തിരഞ്ഞെടുക്കാൻ കഴിയൂ. ജഡ്ജിംഗ് പാനലിന് വിശദമായി ഇതൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് റിസൾട്ട് ഇപ്പൊ പ്രഖ്യാപിക്കാൻ കഴിയുന്നതല്ല. അതിനാൽ കുറച്ചു സമയം എല്ലാവരും കാത്തിരിക്കേണ്ടതാണ്. ഹാളിൽ ആകമാനം നിശബ്ദത പരന്നു. അഗ്നിയുടെ കണ്ണുകൾ പുച്ഛത്തോടെ ജയിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ജയ് അവനെ നോക്കാൻ തയ്യാറായില്ല. സമയം കടന്നുപോയി. ആർക്കാണ് വിജയം? ഹാളിലെ നിശബ്ദതയ്ക്കൊടുവിൽ ഞങ്ങൾ ഈ ടെൻഡർ നൽകുന്നത് ശ്രീഭദ്ര ആഞ്ജനേയ്. പേര് കേൾക്കെ ആ നിമിഷം ജയ് അഗ്നിയെ നോക്കി ഒരുതരം പുച്ഛത്തോടെ. എല്ലാവരിലും അതിശയം നിറഞ്ഞു നിന്നു. കയ്യടികൾ ഉയർന്നു. അവർ തുടർന്നു. ആഞ്ജനേയ് പ്രസന്റേഷൻ അവതരിപ്പിച്ചപ്പോൾ അത് പൂർണ്ണമായും വ്യക്തമായിരുന്നു. അവന്റെ കയ്യിൽ കൃത്യമായ രേഖകൾ ഉണ്ടായിരുന്നു. കൃത്യമായ സമയക്രമം അവനിൽ ഉണ്ടായിരുന്നു. അവന്റെ ഓരോ വാക്കുകളും ഉറച്ചതായിരുന്നു. പ്രവർത്തനക്ഷമത ഉള്ളതായിരുന്നു. രണ്ടുപേരുടെ പ്രസന്റേഷൻ വളരെ മികച്ചതായിരുന്നു. അഗ്നിയുടെ ആശയങ്ങളും അവതരണവും എല്ലാം അസാധാരണമായിരുന്നു. പിന്നെയും അയാൾ തുടരാൻ നിന്നതും അഗ്നിയുടെ കൈ ആ ടേബിളിൽ വന്ന് പതിച്ചതും ഒരുമിച്ചായിരുന്നു. അഗ്നി തലയുയർത്തി ഒന്ന് നോക്കി. കണ്ണുകൾ ദേഷ്യത്തിൽ കലങ്ങി മറിഞ്ഞ് ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അവന്റെ കൈ വന്ന് പതിച്ച ആ ടേബിളിന്റെ ഗ്ലാസ് പൂർണ്ണമായി തകർന്നിരുന്നു. അഗ്നിയുടെ കയ്യിൽ ആഴത്തിൽ മുറിവേറ്റിരുന്നു. ശരീരത്തെക്കാൾ ആ നിമിഷം മനസ്സ് അവന്റെ കൈവിട്ടു പോയിരുന്നു. ശ്രീഭദ്ര ആഞ്ജനേയ്. ആ പേര് പിന്നെയും പിന്നെയും അവന്റെ കാതുകളിൽ അലയടിച്ചു. ടെൻഡർ അവനൊരു പ്രശ്നമായിരുന്നില്ല. ചുറ്റും കൂടി നിന്നവർ പകപ്പോടെ പേടിയോടെ അവനെ നോക്കുന്നുണ്ട്. ജയിൽ ആ നിമിഷം വേദന നിറഞ്ഞു. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. അഗ്നി, എനിക്ക് നിന്റെ മനസ്സറിയാം. നീ എന്നെപ്പോലെ അവളെ ആത്മാർത്ഥമായാണ് പ്രണയിച്ചത്. പക്ഷെ നീ എന്താ അഗ്നി മനസ്സിലാക്കാത്തത്? അവൾ നിന്നെ അല്ല, എന്നെയാണ് പ്രണയിച്ചത്. പ്രണയിക്കുന്നവർ തമ്മിലല്ലേ ഒന്നിക്കേണ്ടത്? നിനക്കായി കാത്തിരിക്കാൻ ഒരുവൾ ഉണ്ടായിട്ടും നീ അറിഞ്ഞില്ലല്ലോ അഗ്നി. അങ്ങനെയെങ്കിൽ നീ ഇത്രയും വേദന അനുഭവിക്കില്ലായിരുന്നു. അവൾ നിനക്കായി കാത്തിരിക്കുന്ന അഗ്നി. നീ മനസ്സിലാക്കി അവളെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കൂ. ജയിൽ ആ പെൺകുട്ടിയുടെ മുഖം വ്യക്തമായി. അവനൊന്ന് ദീർഘമായി നിശ്വസിച്ചു. അഗ്നിയുടെ വേദന കാണാൻ ജയുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞുപോയി. നീ ഭദ്രയെ പ്രണയിച്ചില്ലായിരുന്നെങ്കിൽ? ഒരു നിമിഷം അവൻ അങ്ങനെ ചിന്തിച്ചു പോയി. അഗ്നി ഇറങ്ങി ഒരൊറ്റ പോക്കായിരുന്നു. പിന്നീട് ആ മീറ്റിംഗ് തുടർന്നില്ല. പിന്നീടുള്ള കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞ് ആ മീറ്റിംഗ് അവസാനിപ്പിച്ചു. അഗ്നിയുടെ കാർ ആ തിരക്കിട്ട റോഡിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. കാതുകളിൽ എപ്പോഴും ആ പേര് മാത്രം മന്ത്രിച്ചിരുന്നു. ഇല്ല ജയ്, വിട്ടു തരില്ല ഞാൻ. ആ വേദനയിലും അവളെ വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറായില്ല.
അവൻ വണ്ടി വിജനമായ ഒരു സൈഡിൽ മാറ്റി നിർത്തി. തന്റെ ഫോണിന്റെ ലോക്ക് മാറ്റി. അതിൽ അഗ്നി ചേർത്ത് പിടിച്ച ഭദ്രയുടെയും അഗ്നിയുടെയും ഫോട്ടോ ആയിരുന്നു. അത് തന്നെയായിരുന്നു വാൾപേപ്പറും. അത് കാണെ അവന്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി. ഇനി നിന്നെ സ്വന്തമാക്കാൻ ഞാൻ ഏത് മാർഗവും സ്വീകരിക്കും. നിനക്കായി ഞാൻ എന്തും ചെയ്യും. നിന്നെ നേടിയെടുക്കും. അതിപ്പോ മോശമായ രീതിയിൽ കൂടിയാണെങ്കിൽ പോലും അഗ്നി അത് ചെയ്യും. നിന്നെ കിട്ടിയില്ലെങ്കിൽ അഗ്നി ഒരു നിമിഷം പോലും ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല. അത്രയും ഭ്രാന്തമായി നിന്നെ ഞാൻ പ്രണയിക്കുന്നു ഭദ്രേ. അവൻ കാറിന്റെ സീറ്റിൽ ചാരിക്കിടന്നു. ജയ് അവളെ താലി കെട്ടിയതെല്ലാം അറിയാം. പക്ഷെ ആദ്യ പ്രണയം എന്നെ അത്രയും തളർത്തുന്നു. വിട്ടുകൊടുക്കാൻ കഴിയാത്ത പോലെ അവളുടെ ആ മിഴികളിൽ അന്ന് ഹൃദയം കുടുങ്ങിപ്പോയി. അവളെ മറക്കാൻ എനിക്ക് കഴിയില്ല. അതുപോലെ അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അഗ്നി ശരിയല്ല. അഗ്നി ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പെണ്ണെ, നിന്നോട് എൻ്റെ പ്രണയം അതിൽ കളങ്കമില്ലായിരുന്നു. അഗ്നി അത്ര നല്ലവനല്ല. പെണ്ണ്, നിനക്ക് മുന്നിൽ മാത്രം അഗ്നി തളർന്നു പോകുകയാണ്. പിടിച്ചു വെച്ചിരുന്ന അവന്റെ കണ്ണുനീർ ആ നിമിഷം താഴേക്ക് പതിച്ചിരുന്നു. കുറച്ചു സമയം അവൻ അങ്ങനെ സീറ്റിൽ ചാരിക്കിടന്നു. തിരികെ പോകാനായി തുടങ്ങിയതും അവന്റെ ഫോൺ ബെല്ലടിച്ചതും ഒരുമിച്ചായിരുന്നു. ലോക്ക് മാറ്റി നോക്കിയപ്പോൾ അതൊരു പ്രൈവറ്റ് നമ്പറിൽ നിന്നുള്ള കോളായിരുന്നു. അവൻ എടുക്കാതെ ഫോൺ മാറ്റിവെച്ചു. ബെൽ നിന്നപ്പോൾ തുടർന്ന് പിന്നെയും വിളിച്ചു. അവൻ സാധാരണ ഇങ്ങനെയുള്ള കോൾ എടുക്കാറില്ല. ഫോൺ തുടർച്ചയായി ബെൽ അടിച്ചുകൊണ്ടേയിരുന്നു. അവൻ കാറിൽ നിന്നിറങ്ങി ദേഷ്യത്തോടെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വെച്ചു. ഹലോ, ഗൗരവത്തോടെയുള്ള അവന്റെ സ്വരം. ഒരു നിമിഷം മറുതലയ്ക്കൽ നിശബ്ദമായിരുന്നു. മറുപടി കിട്ടാതെ വന്നപ്പോൾ അഗ്നിക്ക് ദേഷ്യമായി. ഹലോ, ആരാണ്? വല്ല പറയാനുണ്ടെങ്കിൽ പറഞ്ഞോണം. വിളിച്ചാളെ കളിയാക്കുവാണോ? ദേഷ്യത്തോടെ ഫോൺ കട്ടാക്കാൻ പോയതും ദേവേട്ടാ. അവളുടെ ശബ്ദത്തിൽ അവനോടുള്ള പ്രണയമായിരുന്നു. എന്നാൽ അവനിൽ പന്ന മോളെ, ആരാടി നിന്റെ ദേവേട്ടൻ? വാട്ട് ആർ യു മാഡ് ഓർ വാട്ട്? അവൾ ഫോൺ ചെവിയിൽ നിന്ന് കുറച്ച് മാറ്റി പിടിച്ചുപോയി. മലയാളം പോരാഞ്ഞാണ് അങ്ങേരുടെ ഒരു ഇംഗ്ലീഷ് തെറി അഭിഷേകം. ഹോ, ഭരണിപ്പാട്ട് തുടങ്ങി. മനുഷ്യ, നിങ്ങൾ അറിഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ കെട്ടിയോളാണ്? സ്റ്റുപ്പിഡ്. നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാൽ ഒരവസരത്തിന് കാത്തു നിൽക്കാതെ കൊന്ന് കുഴിച്ചു മൂടും പന്ന മോളെ. പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അത് മനസ്സിലായെങ്കിലും അവളുടെ ചുണ്ടിൽ അപ്പോഴും മനോഹരമായ പുഞ്ചിരി മാത്രം നിറഞ്ഞു നിന്നു. ഈ ചെകുത്താനെ മെരുക്കിയെടുക്കാൻ ഞാൻ കുറച്ച് പാടുപെടുമല്ലോ. എന്നാലും എന്റെ ചെവി. അവൾ തലയൊന്ന് കുടഞ്ഞുപോയി. അവൾ ചെകുത്താന്റെ പെണ്ണ്. ഷോൾഡറിന് കുറച്ചുകൂടി താഴെയുള്ള മുടി നല്ല ഭംഗിയായി സ്മൂത്ത് ചെയ്ത് വിടർത്തിയിട്ടിട്ടുണ്ട്. കണ്ടാൽ ഏകദേശം 19 വയസ്സൊക്കെ തോന്നിക്കുന്ന ഒരു പെണ്ണ്. നീളം കുറവാണ് പെണ്ണിന്, എന്നാൽ വണ്ണം ആവശ്യത്തിനുണ്ട്. നല്ല വെളുത്ത നിറമാണ് അവൾക്ക്. കുറച്ചു മുടി ബേബി ഹെയർ പോലെ മുന്നിലേക്ക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. വട്ടമുഖമാണ് അവൾക്ക്. നെറ്റിയിൽ ഒരു കുഞ്ഞിപ്പൊട്ടിട്ടിട്ടുണ്ട്. കണ്ണുകൾ നീട്ടി എഴുതിയിട്ടുണ്ട്. 2 കൈകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. ചെയിനൊന്നും പെണ്ണിന് അങ്ങനെ ഇഷ്ടമല്ല. ഇളം റോസ് അതരങ്ങൾ. കീഴ്ചുണ്ടിന് താഴെയായി ഒരു കുഞ്ഞി മറുക്. അത് അവളുടെ ഭംഗി കൂട്ടുന്നതായിരുന്നു. കുട്ടിത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാലാക പെണ്ണ്. കാതിൽ സ്റ്റെക്കൻ സ്റ്റഡ് അടിച്ചിട്ടുണ്ട്. പൂച്ചക്കണ്ണുകളായിരുന്നു അവൾക്ക്. ചിരിക്കുമ്പോൾ ഒരു കവളയിൽ മാത്രം കാണുന്ന നുണക്കുഴിയുണ്ട്. അവളൊരു കൊച്ചു മോഡേൺ പെൺകുട്ടിയാണ്. ബ്ലാക്ക് കളർ ക്രോപ്പ് ടോപ്പും ബ്ലാക്ക് കളർ ജീൻസുമാണ് അവളുടെ വേഷം. കഴുത്തിൽ ഒരു കുഞ്ഞു ചോക്രമാലയാണ് ഉള്ളത്. ബാക്കി വഴിയെ പറയാം. എന്തായി ആദ്യ, നിന്റെ ചെകുത്താൻ വീഴുന്ന വല്ല ലക്ഷണവും ഉണ്ടോ? അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി സംശയത്തോടെ ചോദിച്ചു. വീഴാതെ എവിടെ പോകാനാ? ഇന്നും ഇന്നലെ തുടങ്ങി ഇഷ്ടമല്ല ആ മുതലിനോട്. വർഷങ്ങൾ പഴക്കമുള്ള ഇഷ്ടമാണ്. എന്റെ സ്നേഹം സത്യമാണെടാ. എന്റെ ചെക്കൻ എന്നിലേക്ക് തന്നെ വരും. ആദ്യം ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തേക്ക് വന്നതാ. ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അവൾ കാണുന്നത് അഗ്നിയുടെ കാറായിരുന്നു. ആളെ നോക്കിയപ്പോൾ എന്തോ മുഖം വല്ലാതിരിക്കുന്നു. കയ്യിൽ നമ്പർ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വർഷമായിട്ടും വിളിക്കാൻ തോന്നിയില്ല. ഇഷ്ടം തുറന്ന് പറയാൻ ധൈര്യം കാണിച്ചില്ല. ഒരിഷ്ടം തുറന്ന് പറയാനുള്ള പ്രായം അന്ന് തനിക്കില്ലായിരുന്നു. അതുപോലെ ധൈര്യവുമില്ലായിരുന്നു. പറയാനായി പോയതാ. പക്ഷെ ആളുടെ കണ്ണുകൾ അവളിൽ മാത്രം തറഞ്ഞു നിൽക്കുന്നതാണ് അന്ന് ഞാൻ കണ്ടത്. അന്ന് മറന്നതാ. പക്ഷെ ഇപ്പോൾ ആൾ ഒറ്റയ്ക്കല്ലേ? ആ കുട്ടിയുമില്ലല്ലോ ഇന്ന് ജീവനോടെ. അവൾ ചിന്തിച്ചു പോയി.
കൂടെ നിന്ന അനു അവളെ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ ഓർമ്മകളിൽ നിന്ന് ഉണർന്നത്. പിന്നെ സ്വപ്നം കാണാം, ഇപ്പൊ നീ വരാൻ നോക്ക്. അത് പറഞ്ഞ് അവർ മുന്നോട്ട് നടന്നു. അവൾക്കറിയില്ലായിരുന്നു ഭദ്ര ജീവനോടുള്ള കാര്യം. അതുപോലെ താൻ ജീവനായി കരുതുന്നവൻ ഇന്നും അവളെ പ്രണയിക്കുന്നത് ആ പെണ്ണിനെ അറിയില്ലായിരുന്നു. അഗ്നി ഇന്നത്തെ കാര്യങ്ങൾ പാടെ മറന്നു പോയിരുന്നു. ഈ ഒരൊറ്റ ഫോൺ കോളിൽ വിഷമം മാറി അവിടെ ദേഷ്യമെന്ന വികാരം നിറഞ്ഞു. അതേ ദേഷ്യത്തോടെ അവന്റെ വണ്ടി മുന്നോട്ട് നീങ്ങി. ജയ് നേരെ ഭദ്രയുടെ അടുത്താണ് വന്നത്. ഇന്നത്തെ സംഭവം അവനെ വല്ലാതെ ഉലച്ചിരുന്നു. ഇന്നും ഒട്ടും കുറയാതെ അഗ്നിയുടെ കണ്ണുകളിൽ ഭദ്രയോടുള്ള പ്രണയം അവന് കാണാൻ കഴിഞ്ഞു. എല്ലാം ഡെവിയോടെങ്കിലും തുറന്നു പറയണം, എങ്കിലേ അവന്റെ മനസ്സ് ശാന്തമാകൂ. പിന്നെ ഭദ്രയെ ഒന്ന് കാണണം. ഇന്ന് അവന് തന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ തോന്നിയില്ല. അഗ്നിയുടെ കയ്യിലെ മുറിവിൽ നിന്ന് ബ്ലഡ് നിർത്താതെ പോകുന്നുണ്ടായിരുന്നു. ആ വിളിച്ചവൾ ആരായിരിക്കും? പ്രൈവറ്റ് നമ്പർ ആയതിനാൽ അവളെ എങ്ങനെ കണ്ടുപിടിക്കും? മാത്രമല്ല അന്വേഷിക്കാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ ഫോണ് പൊട്ടിച്ചു. എന്റെ കൈ കിട്ടിയ അന്ന് അവളുടെ അവസാനമായിരിക്കും. അഗ്നി സ്ത്രീകൾക്ക് നേരെ കൈ ഉയർത്തിയിട്ടില്ല. ഇങ്ങനെ പോയാ അവന്റെ കൈ ദേഷ്യത്തിൽ സ്റ്റിയറിംഗിൽ മുറുകിക്കൊണ്ടിരുന്നു.